എൻ്റെ നല്ലയമ്മ. ദൈവകുമാരൻ്റെ അമ്മ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയാണ്. ഈ അമ്മയുടെ കരം പിടിച്ച് നടക്കുന്നവർ എന്നും സുരക്ഷിതരാണ്. ജപമാല മണികളിലൂടെ നാം അമ്മയുടെ കരം പിടിക്കുമ്പോൾ അമ്മ നമ്മെ തന്നോട് ചേർത്ത് പിടിക്കുന്നു. MSMI സന്യാസ സഭയുടെ കോഴിക്കോടുള്ള ഗെറ്റ്സമേനി ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറും കരിസ്മാറ്റിക് രംഗത്ത് നാഷണൽ സർവീസ് ടീം മെമ്പറുമായ സിസ്റ്റർ നിർമ്മൽ ജ്യോതി MSMI തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഈ മാതൃസ്നേഹം നമ്മോട് പങ്കുവയ്ക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ കാറ്റുള്ളമല സെൻറ് മേരീസ് പള്ളി ഇടവകാംഗമായ മറ്റത്തിൽ ജോർജ് റോസ ദമ്പതികളുടെ 4 മക്കളിൽ 3ാമത്തെ അംഗമായാണ് സിസ്റ്ററിൻ്റെ ജനനം. തൻ്റെ സന്യാസ ജീവിതത്തിൽ ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ തന്നെ MSMI സഭയുടെ നിരവധി ധ്യാന കേന്ദ്രങ്ങളുടെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുവാൻ സിസ്റ്ററിന് സാധിച്ചു. വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ അനേക സ്ഥലങ്ങളിൽ ദൈവവചനം പ്രഘോഷിക്കുന്ന സിസ്റ്റർ നിരവധി വർഷങ്ങളായി കരിസ്മാറ്റിക് മേഖലയിലെ നാഷണൽ സർവീസ് ടീം മെമ്പറായും സേവനമനുഷ്ഠിക്കുന്നു. ബാല്യകാലങ്ങളിൽ തൻ്റെ മാതാപിതാക്കളിൽ നിന്നും പകർന്നു കിട്ടിയ ദൈവ മാതൃഭക്തി പ്രായത്തോടൊപ്പം വളർന്നുകൊണ്ടിരുന്നു. കുട്ടിക്കാലത്തെ രോഗാവസ്ഥകളിൽ ആ മാതൃസ്നേഹം ആഴത്തിൽ അനുഭവിക്കാൻ സിസ്റ്ററിന് സാധിച്ചു. എൻ്റെ ഈ ജീവിതയാത്രയിൽ എൻ്റെ പരിശുദ്ധി അമ്മ എൻ്റെ കൂടെയുണ്ടെന്നുള്ള വലിയ ബോധ്യം എനിക്കുണ്ട്. ബാല്യം മുതലേ പരിശുദ്ധി അമ്മയോടുള്ള വ്യക്തിബന്ധത്തിൽ അടുപ്പത്തിലാണ് ഞാൻ വളർന്നു വന്നത്. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ബാല്യത്തിൻ്റെതായ വികൃതികളും ശൈലികളുമെല്ലാം എൻ്റെയും ജീവിതത്തിലുണ്ടായിരുന്നു. കൂട്ടുകാരുകൂടി ഡാൻസ് പഠിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ പറ്റിച്ചു പോയതും, ആരും കാണാതെ ചാഞ്ഞു കിടക്കുന്ന ഒരു കപ്പലാവിൽ കയറി വണ്ടി ഓടിച്ചതും, അവസാനം ബാലൻസ് തെറ്റി ഞങ്ങളെല്ലാവരും താഴെ വീണതും, അതിനുശേഷം എൻ്റെ കാലിൻ്റെ ഇണക്ക് തെറ്റിയിട്ട് കാലിന് നീട്ടം കൂടിയതും, പിന്നീട് നടക്കാൻ പറ്റാതെ കുറേയധികം നാളുകൾ ചികിത്സയ്ക്കും മറ്റുമായിട്ട് മാറ്റി വെക്കേണ്ടി വന്നതും, സ്കൂളിൽ പോകാൻ പറ്റാതിരുന്ന കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ആ സമയത്തൊക്കെ അമ്മ പറഞ്ഞു തരുമായിരുന്നു, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്ക്, അമ്മയ്ക്ക് നിന്നെ അടിമ വെച്ചിരിക്കുന്നതാ, എന്നും മാതാവിനോട് പ്രാർത്ഥിക്ക്, അമ്മ സഹായിക്കും. അമ്മ പറഞ്ഞു 3ാം ക്ലാസ്സിൽ തോൽപ്പിക്കാമെന്ന്. ഇപ്പോൾ ടീച്ചർ പറഞ്ഞൊരു കാര്യമുണ്ട്, കുഞ്ഞ് പഠിക്കാൻ നല്ല മിടുക്കിയാണ്, തോൽപ്പിക്കുകയൊന്നും വേണ്ട. ഞാൻ ഇവിടേക്ക് ഓർക്കുകയാണ്, ഒരുപക്ഷെ എൻ്റെ പരിശുദ്ധി അമ്മ എൻ്റെ കൂടെ നിന്നുകൊണ്ട് എൻ്റെ ഈ പ്രതിസന്ധിയിൽ, എൻ്റെ സഹനങ്ങളിൽ, എൻ്റെ കുഞ്ഞുപ്രായത്തിൻ്റെ പ്രത്യേകതകളിൽ അമ്മയുണ്ടായിരുന്നു എന്ന് ഞാനിന്ന് തിരിച്ചറിയുക. ഒത്തിരി പ്രാർത്ഥിച്ചു. അങ്ങനെ വലിയ കുഴപ്പം കൂടാതെയൊക്കെ നടക്കുവാനായിട്ട് സാധിച്ചു. എൻ്റെ അമ്മാവനും മറ്റുമൊക്കെയാണ് എന്നെ ശുശ്രൂഷിച്ചത്. ആ കാലഘട്ടത്തിലൊക്കെ വലിയ പ്രശ്നം കൂടാതെ നടക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. ഇതൊക്കെ ഞാൻ പരിശുദ്ധി അമ്മയോട് ഉള്ള സ്നേഹത്തിൽ എന്നെ വീണ്ടും വീണ്ടും വളർത്തുവാൻ സാധിച്ചു. എൻ്റെ കുഞ്ഞുപ്രായത്തിൽ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ഇടവകയിലെ കൊന്ത നമസ്കാരവും, കൊന്തയ്ക്കാണെങ്കിൽ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുവാനും മുഴുവൻ സമയം മുട്ടുകുത്തി നിൽക്കുവാനും ഒക്കെയുള്ള വലിയ തീഷ്ണത. എത്ര ഇടിയും മഴയും ആണെങ്കിലും കൊന്ത നമസ്കാരം ഒരിക്കലും മുടക്കിയിരുന്നില്ല. അതുപോലെ പശുവിനെ തീറ്റാൻ പോകുമ്പോഴും ആരും കാണാതെ മരത്തിൻ്റെ ചുവട്ടിലും പാറപ്പുറത്തുമൊക്കെ മുട്ടുകുത്തി നിന്നുകൊണ്ട് കൈ വിരിച്ച് പിടിച്ച് ജപമാല ചൊല്ലുക എനിക്കൊരു വിനോദമായിരുന്നു. മറ്റൊന്നിനു വേണ്ടിയല്ല, നന്നായി പഠിക്കണം, പഠിച്ച് ഒരു ജോലി കിട്ടണമെന്നുള്ള ലക്ഷ്യത്തോടെയായിരുന്നു ഞാൻ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചത്. ഒപ്പം തന്നെ അമ്മ പറഞ്ഞു തരുമായിരുന്നു, മാതാവിനോട് പ്രാർത്ഥിക്കണം, നല്ലൊരു ജീവിതാന്തസ് തിരഞ്ഞെടുക്കുവാൻ പരിശുദ്ധ അമ്മ നിന്നെ സഹായിക്കുമെന്ന്. എൻ്റെ പ്രിയപ്പെട്ട ചാച്ചനും അമ്മയും ഒരുപാട് ജപമാല ഭക്തിയുള്ളവരായിരുന്നു. ഞങ്ങളൊക്കെ ചെറുപ്പത്തിലേ കാണുക, രാത്രിയുടെ യാമങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്ഷീണിച്ചു തളർന്ന കരങ്ങളിൽ ജപമാല എടുത്തു പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മാതാപിതാക്കളെ കണ്ട് കിടന്നുറങ്ങുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. രാവിലെ ഞങ്ങൾ പഠിക്കുവാൻ എഴുന്നേൽക്കുമ്പോഴും രാവിലെ ഉണർന്ന് മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ.
ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ, കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോഴും അമ്മ പറഞ്ഞു തരുമായിരുന്നു, മുറ്റത്ത് മണൽ വിരിച്ച് നമുക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. അപ്പച്ചൻ്റെ മാനസാന്തരത്തിന് വേണ്ടി, കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ഇളം പ്രായത്തിലെ മുട്ടുകുത്തി കരങ്ങളിൽ ജപമാല എടുത്തു പിടിച്ച ചെറുപ്പമൊക്കെ ഇന്നും പച്ചകടാതെ മനസ്സിൽ നിൽക്കുന്നു. പടിപടിയായിട്ടുള്ള അമ്മയോടൊപ്പമുള്ള യാത്ര, അമ്മയോടൊപ്പമുള്ള ഉല്ലാസവേളകൾ കുഞ്ഞു പ്രായത്തിലെ ഇഷ്ടമായിരുന്നു. നന്മ നിറഞ്ഞ മറിയം ചൊല്ലി പ്രാർത്ഥിക്കുവാൻ, എൻ്റെ പരിശുദ്ധി അമ്മയെ എന്ന് വിളിക്കുവാൻ. എൻ്റെ പരിശുദ്ധി അമ്മയെ എന്ന് വിളിക്കുമ്പോൾ വലിയൊരു മാതൃസ്നേഹത്തിൻ്റെ അനുഭവമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ആപത്തുകളിൽ ആശ്രയമായ പരിശുദ്ധ അമ്മ അപകടകരമായ അവസ്ഥകളിൽ തന്നെ പൊതിഞ്ഞു പിടിച്ച അനുഭവങ്ങൾ സിസ്റ്ററിന് പറയാനുണ്ട്. തൻ്റെ സന്യാസ ദൈവവിളിയെ തനിക്ക് മനസ്സിലാക്കി തന്നത് ഈ മാതൃസ്നേഹമാണെന്ന് സിസ്റ്റർ പങ്കുവയ്ക്കുന്നു. ചെറുപ്പം മുതലേ പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ചുള്ള എൻ്റെ യാത്രകളും എൻ്റെ പഠന വഴികളുമെല്ലാം ഒരുപാട് അമ്മയുടെ വിമല ഹൃദയത്തിൽ സംരക്ഷിക്കപ്പെട്ടത് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. 1994 ഏപ്രിൽ മാസം ഇന്നും എൻ്റെ ഓർമ്മയിൽ കുടികൊള്ളുന്ന ഓർമ്മ ദിവസമാത്. കോഴിക്കോട് ഗവൺമെൻറ് ITIയിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം. രാവിലെ ഒരു 6:30 ഞാൻ യാത്ര ആരംഭിക്കും. 1.5 മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ട്. അന്ന് ഞാൻ യാത്ര ചെയ്ത ബസ് ബാലുശ്ശേരി അപ്പുറത്ത് വെച്ച് മറ്റൊരു ബസ്സുമായിട്ട് കൂട്ടിയിടിക്കുകയാണ്. 3 പേർ ഓൺ ദ സ്പോട്ടിൽ മരിക്കുന്നു. ചുന്നിച്ചിതറി കിടക്കുന്ന തലച്ചോറും അപകടപ്പെട്ട് ഓളിയിട്ട് കരയുന്ന വേദനിക്കുന്നവരുടെ ഇടയിൽ ജപമാല കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും എൻ്റെ മനസ്സ് വല്ലാതെ ഭാരപ്പെട്ടു, പേടിച്ചുപോയി. ഞാൻ നോക്കുമ്പോൾ എല്ലാവരുടെയും മേത്ത് ചോരയും, അങ്ങനെ പല വിധത്തിൽ മനുഷ്യർ പേടിച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായ അവസ്ഥയിൽ നിന്ന് പോയ ദിവസങ്ങൾ. ഈ ഒരു സംഭവം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. ജപമാല പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞാൻ ആ ദാരുണമായ അപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടുവെങ്കിലും എൻ്റെ മനസ്സിൽ വലിയ വിഷമമായിരുന്നു. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തു നിന്നൊരു സഹോദരൻ, ഞങ്ങൾ ഒരുമിച്ച് സ്റ്റോപ്പിൽ നിന്ന് കയറിയത, അദ്ദേഹവും മരണപ്പെട്ട വാർത്ത അറിഞ്ഞപ്പോൾ ഒത്തിരി സങ്കടമായിരുന്നു. ഞാൻ അന്നും ഈശോയോട് ചോദിക്കുമായിരുന്നു, എന്തിന് എനിക്ക് ആയുസ്സു നീട്ടിത്തന്നു? ഒരുപക്ഷെ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ, അവരൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കുടുംബത്തിന് അത്താണിയാകുമായിരുന്നല്ലോ. ഈ ചിന്ത എന്നെ വല്ലാതെ ഭാരപ്പെടുത്തിയിരുന്നുവെങ്കിലും ഒരിക്കലും ഒരു ശനിയാഴ്ച ഏകദിന കൂട്ടായ്മയ്ക്ക് ശാലോമിൻ്റെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുത്ത ദിവസം തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിൽ നടന്നു പോരുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തൊരു ദൈവചിന്ത പോലെ ഒരു ഓർമ്മപ്പെടുത്തൽ കിട്ടുകയാണ്. ശിഷ്ടകാലം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാം, ശിഷ്ടകാലം എൻ്റെ പരിശുദ്ധ അമ്മയോടൊത്ത് ജീവിക്കാം. അമ്മയോടുള്ളൊരു കൂട്ടുകാരണം, അമ്മയുടെ നാമത്തിലുള്ള മഠത്തിൽ ചേരണം എന്നുള്ളത് എനിക്കൊരു ആഗ്രഹമായിരുന്നു, ഒരിഷ്ടമായിരുന്നു. ചെറുപ്പം മുതലേ ഉള്ളൊരു കൂട്ടല്ലേ, എനിക്ക് അമ്മയുണ്ടല്ലോ, എൻ്റെ പരിശുദ്ധ അമ്മ കൂടെയുണ്ടല്ലോ എന്നുള്ള ഒരു ഓർമ്മ എനിക്ക് ഒത്തിരി ധൈര്യം തരുന്നതായിരുന്നു. ഇങ്ങനെ മഠങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ MSMI കോൺഗ്രിഗേഷൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു മഠമാണ്. മഠത്തിൽ ചേരുകയാണെങ്കിൽ എവിടെയോ അകലെയൊക്കെ പോകണമെന്നായിരുന്നു എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം. പക്ഷേ ദൈവം എന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നത് ഈ സഭയിലേക്കായിരുന്നു. പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ഈ മഠത്തിൽ ചേരുവാനും അമ്മയുടെ നാമധേയം സ്വീകരിക്കുവാനും ഒരു നിമിത്തമായി മാറുകയായിരുന്നു. ഒരുപക്ഷെ ആക്സിഡൻറ്റിൽ ഞാൻ പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ മറ്റു കുട്ടികളെപ്പോലെ, മറ്റു യുവതിയുവാക്കളെപ്പോലെ എൻ്റെ സ്വപ്നവുമായിരുന്നു പഠിക്കുക, ഉയരുക, നല്ല ജോലി മേടിക്കുക, കുടുംബത്തെയൊക്കെ രക്ഷിച്ചെടുക്കുക, കുടുംബത്തിനൊക്കെ ഒരു അനുഗ്രഹമാകണം എന്നൊരു സ്വപ്നവുമായിരുന്നു എൻ്റെ ഉള്ളിലുള്ളത്. ഈ ഒരു സംഭവത്തിന് ശേഷം എല്ലാം കീഴ്മേൽ മറിഞ്ഞതുപോലെ എൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി, പരിശുദ്ധ അമ്മയോടൊപ്പം ആ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് സമർപ്പിക്കുവാൻ സാധിച്ചത് ഏറെ ചാരിതാർത്ഥം നൽകുന്ന ഒരു അനുഭവമാണ് ഇന്നും എൻ്റെ ജീവിതത്തിന് മുൻപിൽ. തൻ്റെ സന്യാസ ജീവിതത്തിനുള്ളിലെ വിളിയെ തിരിച്ചറിയാൻ സഹായിച്ചത് പരിശുദ്ധ അമ്മയാണെന്ന് സിസ്റ്റർ ഏറ്റുപറയുന്നു. ദൈവവചനത്തെ ഉദരത്തിൽ സംവഹിച്ച പരിശുദ്ധ അമ്മ തൻ്റെ വചനപ്രഘോഷണ മേഖലയിൽ
എന്നും താങ്ങായി നിൽക്കുന്നു എന്ന് സിസ്റ്റർ പറയുന്നു. അമ്മയുടെ കൈ പിടിച്ച നാൾ മുതൽ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതയാത്രയിൽ എല്ലാ കാര്യങ്ങളിലും അമ്മ മുൻകൈ എടുക്കുന്നത് പോലെ പരിശുദ്ധ അമ്മയോട് മനസ്സ് തുറന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ വാങ്ങിച്ചു തരുന്നൊരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. കുളത്തുവയൽ ധ്യാന കേന്ദ്രത്തിലേക്ക് സ്ഥലം മാറി വന്നപ്പോൾ അമ്മയുടെ കരുത്തുറ്റ കരങ്ങൾ ഞാൻ മുറുക്കെ പിടിച്ച ദിവസങ്ങൾ ഓർക്കുകയാണ്. ധ്യാനിപ്പിക്കുവാൻ വേണ്ട ധൈര്യമോ പ്രസംഗ ചാതുര്യമോ ഒന്നുമില്ലായിരുന്നു. പേടിച്ച് കണ്ണു നിറയുന്ന അനുഭവങ്ങൾ, വാക്കുകൾ തെറ്റിപ്പോകുന്ന അനുഭവങ്ങൾ. ഒരിക്കൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഏഞ്ചൽസ് ധ്യാനം ചെയ്യുവാനായിട്ട് ഏറ്റെടുത്ത സിസ്റ്റർ വരില്ല എന്നറിഞ്ഞപ്പോൾ അന്നത്തെ ജനറാളമ്മ വിളിച്ചിട്ട് പറയുകയുണ്ടായി, സിസ്റ്റർ നിർമ്മൽ ജ്യോതി ആ ധ്യാനം ചെയ്യണം. ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ട മദറേ, എനിക്കറിയില്ല, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ധ്യാനമാകുമ്പോൾ എളുപ്പമല്ല. ഈശോ പറയുന്നു ചെയ്യുവാൻ. അങ്ങനെ ഞാൻ പരിശുദ്ധ അമ്മയോട് കൈവിട്ടെന്ന പോലെ പ്രാർത്ഥിക്കുകയാണ്. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എന്നെ രാവിലെ വിളിച്ചേൽപ്പിക്കണം. 3 മണി സമയത്ത് പരിശുദ്ധ അമ്മ വിളിച്ചേൽപ്പിച്ചതും ആ കട്ടിലിന് ചുവട്ടിലിരുന്നു കൊണ്ട് മുട്ടുകുത്തി കൈകൾ വിരിച്ചു പിടിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതും ഞാൻ ഓർമ്മിക്കുക. സുവിശേഷ യാത്രയിലെ ആദ്യത്തെ ചുവടുവെപ്പുകൾ, അമ്മയുടെ കരുത്തുറ്റ കരങ്ങൾ മുറുക്കെ പിടിച്ചപ്പോൾ ലഭിച്ച ആത്മധൈര്യവും ധീരതയും ചെയ്യുവാനുള്ള മനസ്സും സ്നേഹിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള കൃപയുമെല്ലാം ലഭിച്ചത് ഓർക്കുകയാണ്. അങ്ങനെ ഇരിക്കെ പ്രിയപ്പെട്ട വർക്കീച്ചനിലൂടെ ദൈവസരം എന്നതുപോലെ കടന്നു വരികയാണ്. സ്വിറ്റ്സർലൻഡിൽ ധ്യാനിപ്പിക്കുവാൻ സിസ്റ്റർ എൽസീസിനോടൊപ്പം പോകുവാനായിട്ട് അച്ഛൻ പറയുക. ഇംഗ്ലീഷിലായിരുന്നു ധ്യാനങ്ങൾ. ഞാൻ അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, അച്ഛാ, എനിക്ക് ഇംഗ്ലീഷിൽ ഫ്ലുവൻസി ഒന്നുമില്ല. അച്ഛൻ പറഞ്ഞു, 100 വാക്ക് ഇംഗ്ലീഷ് അറിയാമോ? എങ്കിൽ ഈശോ പറയുന്നു പോകുവാൻ പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടല്ലോ. എത്രയോ ധൈര്യം തരുന്നൊരു വാക്ക്. ഞാൻ ഓർക്കുക, 115 ഫോറിനേഴ്സ് ധ്യാനിച്ച ധ്യാനത്തിൽ അമ്മയുടെ കൈപിടിച്ച് ആ വചന ശുശ്രൂഷയ്ക്കായിട്ട് കയറി നിന്നപ്പോൾ ഭീരുക്കളെ ശക്തിപ്പെടുത്തിയതുപോലെ പരിശുദ്ധ അമ്മ അടുത്ത് നിന്നുകൊണ്ട് എല്ലാം പറഞ്ഞു തന്നൊരനുഭവമാണ് എനിക്കുള്ളത്. മനോഹരമായി ധ്യാനം ചെയ്യുവാൻ സ്വിറ്റ്സർലൻഡിലും വിയന്നായിലുമൊക്കെ ധ്യാനം ചെയ്ത് സന്തോഷത്തോടെ തിരിച്ചു വരുവാൻ അമ്മയുടെ കൈ പിടിച്ചപ്പോൾ, അമ്മ കൂടെ നിന്നപ്പോൾ, അമ്മ താങ്ങുവാനുണ്ടെന്ന് ഉറപ്പ് കിട്ടിയപ്പോൾ വലിയ ആത്മബലം കിട്ടിയ നിമിഷങ്ങൾ. അതുപോലെ ജഗദർപൂർ ഡയസിസിലെ വൈദികർക്കും സിസ്റ്റേഴ്സിനും വേണ്ടിയുള്ള ധ്യാനം, ഇംഗ്ലീഷിലെ ധ്യാനം. ഇംഗ്ലീഷ് തോറ്റുപഠിച്ച എനിക്ക് ഇംഗ്ലീഷിൽ പ്രസംഗിക്കുക എളുപ്പമല്ല, അതും വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ ധ്യാനിപ്പിക്കുക. അങ്ങനെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പ്രസംഗിക്കുവാനായിട്ട് എന്നെ ഏൽപ്പിക്കപ്പെട്ടപ്പോൾ ഞാൻ ഒത്തിരി അമ്മയുടെ കരങ്ങൾ മുറുക്കെ പിടിച്ചിട്ട് പറഞ്ഞു, അമ്മ കൂടെ ഉണ്ടാകണം, എൻ്റെ നല്ല അമ്മ എൻ്റെ കൂടെ ഉണ്ടാകണം. വലിയൊരു ധൈര്യമായിരുന്നു, വലിയൊരു ആത്മവിശ്വാസമായിരുന്നു. കയറി നിന്നു. അഭിവന്ദ് 2 പിതാക്കന്മാർ, ജനറാളച്ചന്മാർ, സിസ്റ്റേഴ്സ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് വാചാലമായി ഇംഗ്ലീഷിൽ സംസാരിച്ചത് ഓർക്കുന്നു. എന്തു പറഞ്ഞുവെന്ന് എന്നും എനിക്ക് ഓർമ്മയില്ല. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ബൈബിൾ പണ്ഡിതനായ ഒരു അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞത് മനോഹരമായിരിക്കുന്നു കേട്ടോ. ഞാൻ ഒത്തിരി കണ്ണു നിറയുന്ന ഒരു അനുഭവമായിരുന്നു. അമ്മയോടുള്ള മാതൃസ്നേഹത്തെ ഓർത്ത് ഞാൻ അമ്മയോട് ആ കൂടെ നിന്ന് സഹായിച്ച നിമിഷങ്ങളെ ഓർത്ത് അമ്മയോട് ചേർന്ന് ഒത്തിരി ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. അമ്മ പഠിപ്പിച്ചാൽ മറന്നു പോകില്ല. അമ്മ കൂടെ ഉണ്ടായാൽ ഒന്നും പേടിക്കേണ്ടതില്ല. അവൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും, വചനം പറയാൻ അവൾ പഠിപ്പിക്കും. ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും അമ്മ കൂടെയുണ്ടല്ലോ എന്നുള്ള ആത്മധൈര്യം. തൻ്റെ വചന പ്രഘോഷണ യാത്രകളിൽ പരിശുദ്ധ അമ്മ സംരക്ഷകയായി കടന്നു വന്ന നിരവധി അനുഭവങ്ങൾ സിസ്റ്ററിൻ്റെ ജീവിതത്തിലുണ്ട്. അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ടവരുടെ ജീവിതത്തിലെ ഓരോ വഴികളിലും അമ്മ കാവൽ നിൽക്കുന്ന അനുഭവങ്ങൾ സിസ്റ്റർ പങ്കുവയ്ക്കുന്നു. എൻ്റെ സുവിശേഷ യാത്രയിൽ
എല്ലാ വചനപ്രഘോഷണ വേദികളിലും അമ്മയുടെ കരങ്ങളിൽ ആശ്രയിച്ച് ബലപ്പെട്ട ഒരുപാട് ഓർമ്മകൾ. കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ നാഷണൽ സർവീസ് ടീം മെമ്പർ എന്ന നിലയിൽ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലേക്ക് വിവിധ പ്രോഗ്രാമുകളുമായിട്ട് കടന്നു പോകുമ്പോൾ മിക്കപ്പോഴും യാത്രകൾ ഒറ്റയ്ക്കായിരിക്കും. ട്രെയിനും ദീർഘദൂര യാത്രകളുമൊന്നും പരിചിതമില്ലാത്ത എനിക്ക് അതെന്നെ ഒത്തിരി ഉത്കണ്ഠപ്പെടുത്താറുണ്ട്. ട്രെയിനിൽ കയറുമ്പോഴേക്കും കൊന്ത ചെല്ലാൻ ഞാൻ ആരംഭിക്കും. അങ്ങനെ ഒരിക്കൽ ബോംബെയിൽ വെച്ചുള്ള NST മീറ്റിങ്ങിനായിട്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണ്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു, വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സഹോദരൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുർള സ്റ്റേഷനിൽ ഏർലി മോർണിംഗിൽ 4 മണി സമയത്തിന് ഇറങ്ങി നിൽക്കുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്. സിസ്റ്റർ കൺവേർഷൻ നടത്താൻ പോവുകയാണോ? വളരെ സ്നേഹത്തോടെ സൗമ്യതയോടെ ഐ ആം ഗോയിങ് ഫോർ വൺ മീറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സംസാരിച്ചതും പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ സംസാര രീതികൾ മനസ്സിന് വല്ലാതെ ഭയം തരുന്നതായിരുന്നു. എനിക്ക് തോന്നി ഇവിടെ നിന്നാൽ പന്തികേടാണ്. പ്ലാറ്റ്ഫോമിൽ നിന്നും ആൾക്കാർ കൂടുതലുള്ള സ്ഥലത്തേക്ക്, വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സാഹചര്യമുള്ള ആ സ്ഥലത്തേക്ക് ഞാൻ അമ്മയുടെ കൈപിടിച്ച് മാറി നിന്നത് ഓർക്കുക. ഇവിടെയെല്ലാം ഞാൻ അള്ളിപ്പിടിക്കുന്ന, മുറുക്കെ പിടിക്കുന്നത് പരിശുദ്ധി അമ്മയുടെ കയ്യിൽ. എൻ്റെ പരിശുദ്ധി അമ്മേ, എൻ്റെ അമ്മേ എന്ന് വിളിക്കുമ്പോൾ അമ്മയുടെ വലിയ ഒരു സംരക്ഷണം എന്നെ പൊതിയുന്ന ഒരു അനുഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഞാൻ അവിടെ നിന്ന് ഹൈദരാബാദിലുള്ള മുത്തങ്കിയിലേക്ക് ധ്യാനത്തിനായിട്ട് പോകുന്നു. സ്റ്റേഷനൊന്നും എനിക്ക് പരിചയമില്ല. ആകെ അറിയാവുന്ന ഹിന്ദി വാക്കുകൾ കോൺസാ സ്റ്റേഷനും ചാഹിയെ, നഹി ചാഹിയെ, ഈ 2-3 വാക്കുകൾ കൊണ്ടാണ് നോർത്ത് ഇന്ത്യയിലേക്ക് ധൈര്യത്തോടെ ഇറങ്ങിപ്പോവുക. അവിടെയും എൻ്റെ പരിശുദ്ധി അമ്മേ, സ്റ്റേഷൻ അടുത്തെത്താറാകുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണേ, ഓർമ്മപ്പെടുത്തണേ, ആരെയെങ്കിലും ഒന്ന് പറഞ്ഞയക്കണമേ, എവിടെയെങ്കിലുമൊക്കെ ആരെയെങ്കിലുമൊക്കെ ആയിട്ട് പറഞ്ഞയച്ച് അമ്മ സഹായിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ. അങ്ങനെ ഒരിക്കലും ഞാൻ ആഗ്രയിൽ ധ്യാനിപ്പിക്കുക. ആഗ്ര റീജിയണൽ സെമിനാരിയിൽ 70ഓളം ഫിലോസഫി ബ്രദേഴ്സ്, അവരുടെ ധ്യാനം കഴിഞ്ഞ് വീണ്ടും എനിക്ക് ലുധിയാനയിലുള്ള DM സിസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ധ്യാനമാണ്. ആഗ്ര റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു സ്റ്റേഷനാണ്. ഒരുപാട് ട്രാക്കുകൾ, ഭാഷ തിരിയുന്നില്ല, അനൗൺസ്മെൻറ്റ് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞാൻ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ട്രെയിൻ ഒത്തിരി ലേറ്റാണെന്ന് അറിയുന്നു. മാറി വരുന്ന ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലാണെന്ന് എനിക്ക് വ്യക്തതയില്ല. ഓൾറെഡി പറഞ്ഞിരിക്കുന്ന ആ പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിൻ വന്ന് കിടപ്പുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ആരോട് ചോദിക്കണം? ലോക്കൽ ലാംഗ്വേജ് ഹിന്ദി മാത്രമേ അവിടെയുള്ളവർക്ക് അറിയുള്ളൂ. മനുഷ്യർ വളരെ ഒരു വിചിത്ര ജീവിയെപ്പോലെ എന്നെ നോക്കുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് കണ്ണടച്ച് എൻ്റെ കയ്യിലെ ജപമാല പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു തോർക്കുന്നു. അവിടെയെല്ലാം എനിക്ക് അത്ഭുതകരമായ രീതിയിലുള്ള പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം. അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടതാണല്ലോ എൻ്റെ ജീവിതം. അമ്മ എൻ്റെ കൂടെ ഉണ്ടാകും, എന്നെ അമ്മ കൈവിടില്ല എന്നുള്ള വലിയ ഉറപ്പിലാണ് ഈ സ്ഥലങ്ങളിലേക്കൊക്കെ. വലിയ പേടിയുള്ള, ഞാൻ കടന്നു പോകുന്ന ഒത്തിരി പേടിയുള്ള ഒരു വ്യക്തിയാണ്. ആൾക്കാരെ ഭയം, 4 പേര് കൂടെ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കാനുള്ള പേടിയൊക്കെ ഉള്ള ഞാൻ എന്ത് ധൈര്യത്തോടു കൂടിയാണ് ഞാൻ തന്നെ ഓർക്കാറുണ്ട് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നു. അമ്മയുടെ കയ്യിൽ മുറുക്കെ പിടിക്കുമ്പോൾ അമ്മ വളർത്തുന്ന, നയിക്കുന്ന വഴികളെ അത്ഭുതത്തോടുകൂടിയാണ് ഞാൻ നോക്കിക്കാണുക. അങ്ങനെ ലുധിയാനയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ 2 സിസ്റ്റേഴ്സ് ആ കമ്പാർട്ട്മെൻറ്റിലേക്ക് കടന്നു വരികയാണ്. എവിടെ നിന്നൊരു കയറിയെന്നൊന്നും അറിയില്ല. ഞാൻ ധ്യാനിപ്പിക്കാൻ പോകേണ്ട അതേ സ്ഥലത്തെ സിസ്റ്റേഴ്സ് വലിയ സന്തോഷമായി. അമ്മ പറഞ്ഞയക്കുന്നല്ലോ, എനിക്ക് ആരെങ്കിലുമൊക്കെ സപ്പോർട്ടിനായിട്ട് ഒരുക്കി തരുന്നല്ലോ, എവിടെയും ആരെങ്കിലുമൊക്കെ ഒരുക്കി തന്നുകൊണ്ട് നയിച്ച വഴികൾ, സഹായിച്ച വഴികൾ, കൂടെ നിന്ന വഴികളെ സന്തോഷത്തോടെ, നന്മയോടെ, ഇവിടെയെല്ലാം ആ അമ്മയുടെ നന്മ നിറഞ്ഞ സാന്നിധ്യം, എവിടെയെല്ലാം നന്മ നിറയണമെന്ന് ഞാൻ ആഗ്രഹിച്ച വഴികളിലെല്ലാം നന്മ നിറയുന്ന, നന്മ നിറഞ്ഞ മറിയം എല്ലാ ഇടങ്ങളിലും എൻ്റെ കൂടെ നിന്നത് ഞാൻ ഓർമ്മിക്കുക. കരിസ്മാറ്റിക് ധ്യാനരംഗത്ത് ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്ററിന് മാതാവെന്നും ആശ്രയമാണ്. തൻ്റെ ജീവിതത്തിലൂടെ പരിശുദ്ധ അമ്മ
നിരവധി പേരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കാണാൻ സിസ്റ്ററിന് സാധിച്ചു. മാതാവിൽ ആശ്രയിക്കുന്നവരുടെ ജീവിതം എന്നും അനുഗ്രഹിക്കപ്പെടും എന്നതിനുദാഹരണമാണ് ഈ അനുഭവങ്ങൾ. എൻ്റെ വചനപ്രഘോഷണ യാത്രകളിൽ, വേദികളിൽ എന്നും കൂടെയുള്ള അമ്മയുടെ കൈപിടിച്ചു നടത്തിയ ഒരുപാട് ശുശ്രൂഷയുടെ ഓർമ്മകളുണ്ട്. അനേക കുടുംബങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി, മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി, തകർന്ന ദാമ്പത്യ ബന്ധങ്ങൾക്ക് വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച 100 അനുഭവങ്ങൾ. ഒരിക്കൽ BSc നേഴ്സായിട്ട് ട്യൂട്ടറായി ജോലി ചെയ്യുന്നൊരു സഹോദരി 30 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചവൾ. ഈ സഹോദരിക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം പ്രാർത്ഥിക്കുവാനിടയായി. ഒരു രാത്രി മുഴുവൻ അവൾ കഴുത്തിൽ കുരുക്കിട്ടു. അവൾ പറയുക, കുരുക്ക് വീഴുകയില്ല. ഫ്യൂരിഡാൻ കഴിച്ചു, ഇവൾ മരിച്ചില്ല. നേഴ്സായതുകൊണ്ട് ഞരമ്പുകളും കൈയുടെയും കാലിൻ്റെയും ഒക്കെ ഞരമ്പുകൾ പല പ്രാവശ്യം ഇവൾ കട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം ആരെങ്കിലും ഓടി വന്ന് ഇവളെ സഹായിക്കുന്നൊരു അനുഭവമായിരുന്നു. ലാസ്റ്റ് അവൾ ധ്യാനത്തിനായിട്ട് വരുമ്പോൾ അവളെടുത്ത തീരുമാനമായിരുന്നു, ഞാൻ സയനൈഡ് കഴിച്ച് മരിക്കുമെന്ന്. ഡ്രഗ്സിന് അടിമപ്പെട്ടു പോയ ഈ മകൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ദിനങ്ങൾ ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ മകൾ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലാണ്. അനേക ഡ്രഗ് അഡിക്റ്റിന് അടിമപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷ വേദിയിൽ ഇന്ന് ആ സഹോദരിയുണ്ട്. അമ്മയുടെ കൈപിടിച്ച് ആ മകളെ വീണ്ടെടുക്കുവാൻ സാധിച്ചത് ഓർമ്മിക്കുകയാണ്. അതുപോലെ നട്ടലിന് ശക്തമായ ക്ഷതമുള്ള, നട്ടല് നിവർത്തി നടക്കില്ല എന്ന് പറഞ്ഞൊരു കുഞ്ഞിന് വേണ്ടി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു തോർക്കുകയാണ്. വെറും 6 മാസം മാത്രം പ്രായമുള്ളൊരു കുഞ്ഞ് അമൃത ഹോസ്പിറ്റലിൽ മേജർ സർജറിക്ക് വിധേയപ്പെടേണ്ട സാഹചര്യം. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു, അമ്മേ, ഉണ്ണീശോയെ കൈകളിലെടുത്ത കരങ്ങൾ കൊണ്ട് ഈ കുഞ്ഞിനെ ഒന്ന് കയ്യിലെടുക്കണമേ എന്ന് ആ കുഞ്ഞിൻ്റെ തൊട്ട് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായ രീതിയിൽ ഓപ്പറേഷൻ കൂടാതെ വൈദ്യശാസ്ത്രം പോലും പരാജയപ്പെട്ട ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അമ്മ വഴി ദൈവം ഇടപെട്ട ഓർമ്മ. ഒരിക്കൽ മക്കളില്ലാത്ത ഒരു സഹോദരി IVF ഒക്കെ ചെയ്ത് പരാജയപ്പെട്ടു. എല്ലാ തരത്തിലും മെഡിക്കൽ മേഖലകളിൽ അവരാവശ്യമായ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും നടത്തിയ ഇറ്റാലിയൻ ലേഡിയാണ്. ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച, അമ്മേ, ഈ മകൾക്കൊരു കുഞ്ഞിനെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ചായിച്ച് ഉത്തരം തരുന്ന പരിശുദ്ധ അമ്മ ഓടിയെത്തുന്ന അനുഭവങ്ങൾ, എത്രയോ അനുഭവങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്. ഇന്ന് അത്ഭുതകരമായ രീതിയിൽ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ ഒരു കുഞ്ഞിനെ നൽകി സ്വർഗം അവളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയോട് എന്തു പറഞ്ഞാലും, അമ്മയുടെ കയ്യിൽ എന്ത് ഏൽപ്പിച്ചു കൊടുത്താലും അമ്മയ്ക്ക് അതിൻ്റെ മേൽ ഉത്തരവാദിത്തമുണ്ട്. സ്വർഗം പറഞ്ഞത് മുഴുവൻ അനുസരിച്ച പരിശുദ്ധ അമ്മ. അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ എടുത്തു പറയുമ്പോൾ തീർച്ചയായിട്ടും സ്വർഗം ചെയ്തു തരും. ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിൽ, കുടുംബ പ്രശ്നങ്ങളിൽ അമ്മയെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ നാളുകളിൽ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. അപ്പച്ചൻ തികഞ്ഞ മദ്യപാനിയാണ്. ഞങ്ങൾ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ കാണുവാൻ സാധിച്ചത് ചോറും എല്ലാം വലിച്ചെറിഞ്ഞിരിക്കുന്നു. ജീവിത പങ്കാളിയുടെ സാരിയും വസ്ത്രങ്ങളുമെല്ലാം കത്തിച്ചു കളഞ്ഞു. ടിവിയും അലമാരിയുടെ ചില്ലുമെല്ലാം തല്ലി തകർത്തിരിക്കുന്ന അവസ്ഥ. ആ കുടുംബത്തെ വീണ്ടെടുക്കുവാൻ മറ്റൊരു മാർഗവും ഞങ്ങളുടെ മുൻപിലില്ലായിരുന്നു. ആ കുടുംബത്തിന് വേണ്ടി കൈകൾ വിരിച്ചു പിടിച്ച് ജപമാല ചൊല്ലിയ ദിവസങ്ങൾ ഓർക്കുകയാണ്. ഒരിക്കലും മാനസാന്തരപ്പെടില്ല എന്ന് കരുതിയ
മദ്യപാനത്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞ ആ പ്രിയപ്പെട്ട അപ്പച്ചൻ ജീവിതത്തിൻ്റെ നല്ലൊരു നാളുകളിൽ, നല്ലൊരു അവസ്ഥയിൽ അദ്ദേഹം ധ്യാനം കൂടുവാനും മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വരുവാനുമെല്ലാം അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിലൂടെ ദൈവം അനുഗ്രഹിച്ച അനുഭവങ്ങൾ. ഈ ജീവിതം പങ്കുവെക്കുന്നത് സ്നേഹമയിയായ ഒരമ്മയുടെ കരുതലിൻ്റെ അനുഭവങ്ങളാണ്. നമുക്കും ആ അനുഭവങ്ങൾ സ്വന്തമാക്കാം.